ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് സർ. സർ ശരി സാർ, ഏർപ്പാടാക്കാം. ഓക്കെ സർ. സാറ് പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സർ ഒന്ന് അവിടെ ഇരിക്കേ. സാറ് പറഞ്ഞോളൂ. ആ ഓക്കെ സർ. ആ ഓക്കെ സർ. ഓക്കെ സ്വാമി സർ. എന്താ കേസ്? ഇപ്പോൾ വന്നേ ഉള്ളൂ സർ. അറിയില്ല സർ. എന്താ സർ, ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു നോക്കി, ഒരു വിവരവും ഇല്ല സർ. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. പ്ലീസ് സർ, ഹെൽപ്പ് മീ സർ. നിന്നെ വിട്ടുപോയെന്നോ? നിന്നെ പോലൊരു സ്റ്റോപ്പ് ഇറ്റ് സർ. എന്താടാ അവിടെ? താനകത്തേക്ക് വാ. പറയൂ, എന്താ കാര്യം? 2 ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കാണാനില്ല സർ. എവിടെ പോയതെന്നേ അറിയില്ല. ഫോട്ടോ ഉണ്ട് സർ. പേരെന്താ? രമ്യ സർ. ഹസ്ബൻഡിന്റെ പേര്? കാർത്തിക് സർ. എന്താ ഉണ്ടായത്? ഹായ്, ഗുഡ് മോർണിംഗ്. Waiting for you. You people, do you know what's happening here? And you don't want to take any responsibility. നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് എത്രമാത്രം പ്രഷർ ഉണ്ടെന്ന് അറിയാമോ? ഇതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ എല്ലാത്തിനും ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും ഞാൻ. സർ, അവരെ വഴക്ക് പറയണ്ട. ആസ് എ ടീം ലീഡർ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം. ഓക്കെ. You are fired. Take this and get out. കാർത്തിക്, 1 minute. നീ ആദ്യം ലെറ്റർ ഒന്ന് വായിച്ചേ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതൊരു പാഠമായിരിക്കട്ടെ. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ നിങ്ങൾക്കൊക്കെ സന്തോഷം വന്നല്ലേ? ഇവരെന്താടാ വട്ടായോ? Congrats, Karthi. Thank you, sir. You got a best employee award. Keep it up. പൊളിച്ച് ചെലവ് വേണം. Congratulations to your team, Saumi. Thanks, da. Enjoy. Lunch time il കാണാം. Okay, bye. ഡേയ്, നിങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? ഓക്കെ ബൈ. നീ എങ്ങോട്ടേ പോണേ? നിങ്ങൾ വിൻ ചെയ്തില്ലേ? അതിനുള്ള സക്സസ് പാർട്ടി. ശരി ബൈ. നമുക്ക് വേണ്ടി ഒരു പാർട്ടി പ്ലാൻ ചെയ്യണോടാ. എല്ലാരും എന്താ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നല്ലാണ്ട് നമ്മൾ അച്ചീവ് ചെയ്തതിന് മറ്റുള്ളവരല്ലേ ആഘോഷിക്കുന്നത്? ഉറപ്പായി നമ്മൾ ആഘോഷിച്ചിരിക്കണം. ശരി, നെക്സ്റ്റ് മന്ത് വി ഹാവ് 10 days ബ്രേക്ക്. ഗോവയിലേക്ക് പോകുന്നു. എന്തിന്? അടുത്ത വർഷം പോവാലോ. കാർത്തികേ, അവാർഡ് വാങ്ങി അത് സെലിബ്രേറ്റ് ചെയ്യണോടാ. ഉദാഹരണത്തിന് ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കേ. ശരി, ഓക്കെ. ബിരിയാണി, പടം, ബിരിയാണി, പടം. ലിക്കർ അടിച്ച് ബിരിയാണി കഴിച്ചിട്ട് പടത്തിന് പോയാലോ? നിങ്ങൾ അങ്ങ് പോയാ മതി. ഓക്കെ, ഐ വിൽ സ്പോൺസർ.
വാട്ട് ഈസ് ദിസ്? ഛേ, oh God. ആ കുട്ടിയുടെ വണ്ടി ഡി, നിനക്കെന്താ കണ്ണുണ്ടോ? നോക്കി ഒന്നോടെ നിനക്കൊക്കെ ഓരോന്ന് ഇറങ്ങിക്കോളും കാലത്ത് തന്നെ. ഇതപ്പോ, അയ്യോ, ഇതെന്താടെ? കൊച്ചിന്റെ മുട്ട അളിയാ, പൊട്ടിയല്ലോ. ഒരുപാട് പൈസ ആവൂലേ? 50,000 ഇങ്ങെടുക്ക്. ഡേ, എന്താണ് നോക്കുന്നേ? ഉണ്ടക്കണ്ടിട്ട് ഉരുട്ടന്തോടി പൈസ ചോദിച്ചപ്പം നിനക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവിടെ ഒരു ലോട്ടറി വണ്ടി കൊണ്ടുവന്ന് എന്റെ പുതിയ കാർ നശിച്ചത്. നോക്ക്. ഇവനാരാ? നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയേ. അവിടെ എന്തോന്ന് 1 ബൈ കൂടി വന്ന് വണ്ടി കൊണ്ടിടിച്ചതിന് നിങ്ങൾ വേണം കാശ് കൊടുക്കാൻ ഇപ്പോ. എന്തൊരു ഒൻപയാ? ഇതാ നമ്മളെന്തോ അറിയാതെ ഈ ബോർഡ് എപ്പോഴേ കൊണ്ടുവച്ചേ? ശരി ബ്രോ, ശരി ബ്രോ, എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരാതിയില്ല. ഓക്കെ ഓക്കെ. ശരി ശരി. പോലീസ് പറഞ്ഞതിന് മുമ്പ് വണ്ടി ഇറങ്ങി. വെയിറ്റ് വെയിറ്റ്. എവിടെ പറഞ്ഞേ? കാണിച്ചേ. ഭാഗ്യം വലിയ മുറിവൊന്നുമില്ല. എന്റെ ഓഫീസ് തന്നെയാണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഹലോ, ഇയാളുടെ പേര് കാർത്തിക് എന്നല്ലേ? ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ആണോ? ഇയാളുടെ പേരെന്താ? രമ്യ. സോറി, ഞാൻ ശ്രദ്ധിച്ചു കാണില്ല. അത് മാത്രമല്ല, പെൺകുട്ടികളോട് സംസാരിച്ച ഫ്രണ്ട്സ് എല്ലാം ഭയങ്കരമായിട്ട് കളിയാക്കും. കുഴപ്പമില്ലെന്നേ, ഇപ്പതേ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അല്ല, ഓഫീസിൽ പോകാൻ സമയമല്ലേ? എന്നാ പുറപ്പെട്ടാലോ? ഹോ യാ, നമുക്ക് പോവാം. താങ്ക്സ് കാർത്തിക്, താങ്ക്സ് ഫോർ ദ ഹെൽപ്പ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്തിനാ ഫോർമാലിറ്റീസ്? ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, ബൈ. ബൈ. ഹായ്, ഇതെന്ത് പറ്റിയതാടി? ചെറിയൊരു ആക്സിഡന്റ്. കാർത്തിക വന്ന് ഹെൽപ്പ് ചെയ്തത്. ഹീസ് എ നൈസ് ഗൈ, യു നോ. വെരി നൈസ് ഗൈ. കാർത്തിക് എങ്ങാനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു അവിടെ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, എന്നാൽ എന്നെ രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. അയ്യോ, അതെന്താടി? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എന്നെ കൊണ്ട് തോറ്റ്. എടി, കാർത്തിക് അക്സെപ്റ്റ് ചെയ്തു. എന്തോന്ന് ആക്സെപ്റ്റ് ചെയ്തു? ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആടി. ഓഹോ, 3 മാസം മുമ്പ് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിന്റെ എങ്ങനെയാടി അക്സെപ്റ്റ് ചെയ്തേ? ആ ദേഷ്യത്തിലാണ് നീ പറഞ്ഞത്. സൂക്ഷിക്കണേടി, ചിലപ്പോ ഫേക്ക് ഐഡി ആയിരിക്കും. ഇതില് കോമഡി എന്താന്ന് വെച്ചാൽ ഫേക്ക് ഐഡികൾക്ക് പോലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നേരെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു നോക്കിയേ. ഓക്കെ, കണ്ടു തന്നെ. കുമാരേട്ടാ, ചില്ലറയില്ലല്ലോ മോളെ, നമ്മുടെ ഏരിയ തന്നെയല്ലേ, പിന്നെ വന്ന് മേടിച്ചോളാം. ഓക്കെ ശരി ഏട്ടാ. ശരി മോളെ. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതും ഇയാളത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. കൺഗ്രാറ്റുലേഷൻ കാർത്തിക്. എന്തിനാ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്? ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് വാങ്ങിയതിന്. ഓ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. US പോയി വർക്ക് ചെയ്യണം, അതാണ് ആഗ്രഹം. യാ